ഗായ്സ്, അങ്ങനെ നമ്മള് അപ്രതീക്ഷിതമായ ഒരു തെയ്യത്തിന് വന്നിരിക്കുകയാണ്. ഫുഡടിയും കഴിഞ്ഞ് നേരെ തെയ്യത്തിന്. ഇവിടെയാണ് തെയ്യം. പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് വന്നതാ. പിസ്ത, എനിക്ക് ചോക്ലേറ്റ്. അപ്രതീക്ഷിതമായി നമ്മളെ ഏട്ടനെ കണ്ടു. ഏട്ടന്റെ വക ഐസ്ക്രീം. കമ്മലിൽ വ്യാകുലതനായിരിക്കുന്ന അപ്പു. 150 കമ്മൽ അപ്പു വാങ്ങുവോ? വാങ്ങൂല. നോക്കാം. 130 കൈസ്. വാങ്ങുന്നുണ്ടോ? രണ്ട് മനസ്സിലാണുള്ളത്. വേണോ വേണ്ടയോ? കാണുക, കാത്തിരുന്ന് കാണുക. വേണോ? വേണോ? അപ്പൊ ഇതാ അന്വേഷണത്തിലാണ്. സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. ഒരു കമ്മൽ വാങ്ങാൻ ഇങ്ങനെ നിരീക്ഷിക്കണോ? അപ്പൊ ഇവൻ എന്തൊക്കെ വാങ്ങാൻ എങ്ങനെയൊക്കെ നിരീക്ഷിക്കണം? അതെ അതെ. വാങ്ങുന്നുണ്ടോ? അപ്പൊ ആദ്യം പറഞ്ഞ കറക്റ്റ്. അപ്പു അങ്ങനെ വാങ്ങിക്കുകയാണ്. ലാസ്റ്റ് 100 ഭയ്യ 110 അങ്ങനെ അപ്പു സാധനം വാങ്ങി. നിന്റെ പ്രൊഡക്ഷൻ തെറ്റിയടാ. കുട്ടിയോടുള്ള സ്നേഹം. അതെ, ആ സ്നേഹം. അപ്പൊ രണ്ടെണ്ണം നോക്ക് ഗൈസ്, നോക്ക്. 2 എണ്ണം വാങ്ങി. ഇതിന്റെ പേരെന്താ ഗൈസ്? അറിയാവുന്നവർ കമന്റ് ചെയ്യും. നമുക്കറിയില്ല. അതൊക്കെ ഉണ്ട്. ഒരു പരിപാടിക്കും കൂടാണ്ട് കലവറേന്റെ സൈഡില്, ഫുഡിന്റെ സൈഡില് നിക്കുന്നുണ്ട് 2 അലവലാദികള്. എന്താ ഇവിടെ? ആ അങ്ങനെ ഇതാ ഇതിന്റെ പേര്. എന്താ പേരെന്താ? ഇതാണ് കാവടിയാട്ടം ഗൈസ്. നമ്മുടെ നാട്ടിലെ ഇങ്ങനെയാണെന്നാണ് ദിവൾ പറയുന്നത്. നിങ്ങൾ പറയണം ശരിയാണോ തെറ്റാണോ. അങ്ങനെ തെയ്യത്തിന് വന്നിട്ട് നല്ല വെജിറ്റബിൾ ബിരിയാണി ഉണ്ട്. അങ്ങനെ ഗായ്സ്, നമ്മുടെ തെയ്യം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളിയായി അവസാനിച്ചു. നല്ല വൈബായിരുന്നു. എല്ലാം കണ്ടു. പക്ഷെ തെയ്യത്തിനെ മാത്രം കണ്ടില്ല. ഒരു മിന്നായമ്പലം ചെറുങ്ങനെ കണ്ടില്ല. ബാക്കിന് അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് ചിക്സിനെ അത് ഇവന്റെ മെയിൻ ആണ്. പിന്നെ അത് പിന്നെ കുറച്ച് കാര്യമില്ല. അത് എല്ലാവരും ഇവൻ കാണും. അപ്പൊ ഗായ്സ്, അങ്ങനെ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.